ഹലോ, എന്തുണ്ട്? നീ ഇത് എവിടാടി? നിന്നെ എത്ര തവണയായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നു. എന്റെ ഫോൺ സൈലന്റിലായിരുന്നു, ഞാൻ കണ്ടില്ല വിളിച്ചത്. ഞാൻ എന്റെ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ദിവസം? എടി വിളിച്ചത് കണ്ടില്ല. ഞാൻ വാട്സാപ്പിൽ എത്രയോ മെസ്സേജ് അയച്ചു, നീ റിപ്ലൈ തരാല്ല, ഒന്നും ചെയ്തില്ല. ഞാൻ എന്റെ ഫോൺ മാറ്റി വെച്ചേക്കുവായിരുന്നേ, അതുകൊണ്ടിട്ടാ. എന്ത് ഫോൺ മാറ്റി? നിനക്ക് ഇത്രക്ക് വലിയ പണി എന്താ അവിടെ ഇരിക്കുന്നത്? എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു പുതിയ പ്രോജക്റ്റിന്റെ വർക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ ഇൻചാർജ് എടുത്ത് ചെയ്യണം. അതുകൊണ്ടിട്ട് എനിക്ക് അതിന്റെ പ്രപ്പോസൽ വെക്കാന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആണ്. ഞാനത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നീ എന്താണെന്ന് അറിയില്ല, നീ ആകെ അകലുന്നു. 2-3 ദിവസമായിട്ട് ഞാൻ കുറച്ച് മീറ്റിംഗ്സ് കാര്യങ്ങളും അല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് കുറച്ച് മീറ്റിംഗ്സ് ഉണ്ട്, അതിന് പോണെന്നൊക്കെ? എടി, ഇതിന് മുന്നേ നിനക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ജോലികൾ ഉണ്ടായിരുന്നു, നമ്മൾ എത്രയോ തവണ സംസാരിക്കായിരുന്നു, എത്രയോ മണിക്കൂറുകൾ. ഇന്നലെ നീ വിളിച്ചു, ആകെ 1 മിനിറ്റ് സംസാരിച്ചു. എന്താണ് ഇങ്ങനെ? ഞാൻ വിളിക്കാതിരുന്നില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടല്ലേ വെക്കുന്നത്. എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്, എനിക്കത് ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഫോൺ വെക്കുന്നത്. അതൊന്നും എനിക്കറിയില്ല. ഞാനും നീയും നമ്മുടെ ഇടയിൽ അത് മതി, വേറൊരു വിഷയം വേണ്ട. ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാ ശരിയാവുന്നത്? എനിക്ക് എന്റെ കരിയർ ഫോക്കസ് ചെയ്യണം, എന്റെ ഫാമിലിനൊക്കെ എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. അതൊന്നും എന്നോട് പറയണ്ട, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഞാനും നീയും ഓക്കെ. നിങ്ങൾ ഇങ്ങനെ വൈകാരികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ പങ്കാളിയിൽ നിന്നോ മറ്റു ബന്ധങ്ങളിൽ നിന്നോ എപ്പോഴും നിങ്ങളുടെ ആത്മാഭിമാനം തകർക്കപ്പെടുന്ന രീതിയിലുള്ള കുത്തുവാക്കുകൾ, വിമർശനങ്ങൾ, കളിയാക്കലുകൾ, മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന അസഭ്യമായ വാക്കുകൾ എന്നിവ കേൾക്കാറുണ്ടോ? എങ്കിൽ തിരിച്ചറിയുക, നിങ്ങൾ ഇമോഷണലി അബ്യൂസ് ചെയ്യപ്പെടുകയാണ്. അത് നിങ്ങളെ യാഥാർത്ഥ്യബോധത്തിൽ നിന്നും മാറി നിൽക്കുന്നതിനും ആയിരിക്കുന്ന ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് വിചാരിച്ചാലും അതിൽ തന്നെ തുടർന്നു പോകുന്നതിനുമൊക്കെ പ്രേരിപ്പിച്ചേക്കാം. സ്വയം മുറിവേൽക്കാൻ നിന്നുകൊടുക്കണോ എന്നൊക്കെ ആലോചിക്കാൻ സമയമായി സുഹൃത്തേ. സഹായം ആവശ്യമെങ്കിൽ വിളിക്കുക ഞങ്ങളെ.